മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ജോഷുവ 9-ാം അധ്യായം 14-15 വാക്യങ്ങൾ. The book of Joshua, chapter 9, verses 14 and 15. ജോഷുവ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു. ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു. പെട്ടെന്ന് പ്രവർത്തിക്കുകയും വാക്ക് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ടേക്കുമെന്ന് ചിന്തിച്ച് നാം ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ കാലതാമസം വരുത്തുന്നത് നല്ലതെങ്കിലും പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ച് തീരുമാനിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുകയാണ് ആവശ്യം. ഗിബെയോന്യർ ഇസ്രായേലിന്റെ സ്വൈരജീവിതത്തിന് തടസ്സമായി ദീർഘകാലം പ്രവർത്തിച്ചു. തുടരെ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. പക്ഷേ ജോഷുവയ്ക്ക് അവരോട് യുദ്ധത്തിന് ഏർപ്പെടാൻ സാധിച്ചില്ല. അവരെ ആക്രമിക്കുകയില്ലെന്ന് ജോഷുവ സമ്മതിച്ച് സഖ്യം ചെയ്തിരുന്നു. ഇസ്രായേൽ കാനാൻ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ ഗിബെയോന്യർ വിദൂര നാടുകളിൽ നിന്ന് വരുന്ന ഭാവത്തിൽ പഴകിയ ചെരുപ്പും കീറിയ വസ്ത്രങ്ങളും ധരിച്ച് ജോഷുവയെ സമീപിച്ച് സഖ്യത്തിനായിട്ട് അപേക്ഷിച്ചു. ദ്രുതഗതിയിൽ ഒന്നും ആലോചിക്കാതെ സഖ്യം ചെയ്തു. അവർ മടങ്ങിയപ്പോൾ ആണ് തങ്ങൾ കബളിപ്പിയുടെ കാര്യം ജോഷുവ മനസ്സിലായത്. പ്രാർത്ഥനാപൂർവം ഒരുങ്ങി യുദ്ധത്തിന് പോയ അവസരങ്ങളിൽ ജോഷുവ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ധൃതി വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ചെയ്യാതെ പ്രാർത്ഥനാപൂർവം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് ഏറ്റവും ഉചിതം. എന്തെങ്കിലും കേട്ടാൽ ഒന്നും ആലോചിക്കാതെ ഉടനെ പ്രവർത്തിക്കരുത്. നാം കൈകാര്യം ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ച് ശാന്തമായി പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുക, തീരുമാനമെടുത്ത ശേഷം പ്രവർത്തിക്കുക. പ്രാർത്ഥനയും ആലോചനയും കൂടാതെ ദ്രുതഗതിയിൽ ചെയ്യുന്ന പ്രവൃത്തി പലപ്പോഴും നമ്മളെ ആപത്തിലെത്തിക്കും. അതിനിടെയാവാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.